വഖഫ് നിയമ ഭേദഗതി ബില്ലിലെ സംയുക്ത പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ട് ഇന്ന് പാർലമെന്റിൽ വരും. ബില്ലിൽ 15 ഭേദഗതികൾ JPC നിർദ്ദേശിച്ചിട്ടുണ്ട്. ആദായ നികുതി ഭേദഗതി ബില്ലും ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിക്കും. ബൽറാം നെടുങ്ങാടി കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേരുന്നു. ഗുഡ് മോർണിംഗ് ബൽറാം, വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് SKN. സമീപകാലത്തായി രാജ്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ബില്ലാണ് വഖഫ് നിയമ ഭേദഗതി ബില്ല്. ആ ബില്ല് നേരത്തെ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടിരുന്നു. ആ സമിതിയുടെ റിപ്പോർട്ടാണ് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ സമിതി ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി ലിസ്റ്റ് ചെയ്തിരുന്നെങ്കിലും പിന്നീട് അവസാന നിമിഷത്തിൽ അത് മാറ്റിവെക്കുകയായിരുന്നു. ആ ഒരു റിപ്പോർട്ടാണ് ഇന്ന് ഈ ബജറ്റ് സമ്മേളനത്തിന്റെ ഒന്നാം പാദം അവസാനിക്കാനിരിക്കെ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. സമിതി അധ്യക്ഷൻ ജഗദാംബിക പാലാണ് ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുക. ഒപ്പം തന്നെ സമിതിക്ക് മുന്നിൽ ലഭിച്ച തെളിവുകൾ അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളും ഈ പാർലമെന്റിൽ സമിതി സമർപ്പിക്കും. ഇതിൽ പ്രധാനമായും 936 പേജുകളുള്ള ഈ റിപ്പോർട്ടിൽ 281 പേജുകളോളം ഈ സമിതിയിലെ പ്രതിപക്ഷ അംഗങ്ങൾ നൽകിയ വിയോജനക്കുറിപ്പുകളാണ്. അതിൽ 100ഓളം പേജുകൾ നീക്കം ചെയ്തിട്ടുണ്ട് എന്ന് സമിതി അധ്യക്ഷൻ തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കാരണം സഭ്യതരമായ ഭാഷ ഉപയോഗിച്ചവ, വസ്തുനിഷ്ഠമല്ലാത്തവ എന്നിവയെല്ലാം ഒഴിവാക്കിയാണ് 281 പേജുകൾ വിയോജനക്കുറിപ്പുകളായുള്ളത്. അത്രത്തോളം എതിർപ്പ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു റിപ്പോർട്ടിനെതിരെ ഉയർന്നിരുന്നു. പ്രതിപക്ഷത്തെ പാടെ അവഗണിച്ചു എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. സ്വാഭാവികമായും സഭയിലും ഈ വിഷയം ഉയർന്നു വരാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. ഒപ്പമാണ് ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ മറ്റൊരു പ്രധാനപ്പെട്ട ബില്ല് കൂടി അവതരിപ്പിക്കുന്നത്. ആദായ നികുതി ഭേദഗതി ബില്ല്. അത് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിനിടെ പ്രഖ്യാപിച്ച ഒരു ബില്ലാണ്. അത് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുകയാണ്. ഈ ബില്ല് എന്നുള്ളത് നിലവിലുള്ള നിയമത്തിൻ്റെ നിന്നും വളരെ ലളിതമായ ഒരു ബില്ലായിരിക്കും എന്നും സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു തരത്തിലായിരിക്കും ഈ ബില്ല് ഉണ്ടാകുക എന്നും ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. 622 പേജുകളാണ് ധനമന്ത്രി നിലവിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ കരട് ബില്ലിൽ ഉള്ളത്. ഒപ്പം തന്നെ അതിൽ 23 അധ്യായങ്ങളും 16 ഷെഡ്യൂളുകളും 536 ക്ലോസുകളും ഉൾപ്പെടുന്നതാണ് ഈ ബില്ല്. ലോക്സഭയിലായിരിക്കും ധനമന്ത്രി ഈ ബില്ല് ഇന്ന് അവതരിപ്പിക്കുക. ഇന്ന് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ പാദം അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ്. ആദായ നികുതി ബില്ലും വളരെ പ്രധാനമാണ്. അതുപോലെ JPC ഭേദഗതിയോടെ കൊണ്ടുവരുന്ന വഖഫ് ബില്ലും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇന്ന് പാർലമെന്റിൽ ഗൗരവമായ ചർച്ചകൾ നടക്കാൻ സാധ്യതയുണ്ട്.